നീ എന്തൊക്കെയാ ആലോചിക്കുന്നത്? ഒന്നുമില്ല. വന്നത് വെറുതെ ആവോ? ഈ പ്ലാൻ നടന്നില്ലേ പിന്നെന്നാ? ഞാൻ അയാളെ കൊന്നാലോ? ഏയ്, നടക്കും. അവരാ? ഹലോ, ഞാൻ റെഡിയാണ്. സമ്മതിച്ചു? റിയലി? വീടൊക്കെ പൂട്ടി നമ്മൾ എങ്ങോട്ട് സിത്താരയിൽ പോകാൻ പോന്നെ? ഇന്നത്തെ ദിവസം അമ്മയും ദേവുട്ടി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവൻ വരികയല്ലേ ഇന്ന്? അതെ, അതുകൊണ്ടാ ഇന്ന് ഞാനും വിവേകേട്ടനും മാത്രം മതി ഇവിടെ. എന്നതാ പ്രശ്നം? അത് പറ. പറയേണ്ട സമയമാകുമ്പോ പറയാം. സച്ചിദാനന്ദന്റെ വീട്ടിലേക്കാണെങ്കിൽ ഞാൻ വരികയല്ല, അത് ശരിയാകുകയല്ല. വരാനോ? അച്ഛനുണ്ടോ അവിടെ? അച്ഛനല്ലേ, അല്ലാതെ കാണ്ടാമൃഗമൊന്നും അല്ലല്ലോ. കേറ്. ഒത്തിരി നേരമായി നീ വന്നിട്ട്? കുറച്ചു നേരമായി. ശരി കേട്ടോ, ബൈക്ക് ഞാനൊന്ന് എടുക്കുവാണേ. നീ എന്നാ ഇരുട്ടത്തിരിക്കുന്നേ? അമ്മയും കൊച്ചുകൂടെ? ഇതെന്നാ ഈ കുറ്റിയൊക്കെ ഇട്ടിരിക്കുന്നു? നീ എന്നാ പണിയാ കാണിക്കുന്നത്? നീ എന്നാ തന്നെ വാല് മുട്ടിയ? വാതിലോർക്ക. നിങ്ങൾ എന്നാ ഇവിടെ? എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞത്. ഇവിടെ വെച്ചാവുന്നു കരുതിയില്ല അല്ലേ വിവേകാനന്ദൻ? വിവേകേട്ട ഇരിക്ക്. ഇരിക്ക്. വിവേക് ഇരിക്ക്. വാ, ഇരിക്ക്. നിങ്ങളെന്നാ എന്നെ വിചാരണ ചെയ്യാൻ പോവാണ്? മിസ്റ്റർ വിവേകാനന്ദൻ, എന്റെ യൂട്യൂബ് ചാനലിനെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ളതാ. ഐഷൂസ് വ്ലോഗ്. ഇന്നത്തെ എപ്പിസോഡ് മാസാവുന്ന ഞാൻ രാവിലെ മുതൽ പ്രമോ വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് കട്ട വെയിറ്റിംഗ് ആയിരിക്കും. നമുക്കെന്നാ തുടങ്ങിയാലോ? ഞാൻ ലൈവ് പോകാൻ പോവാം. ഓക്കെ, അവിടെ എല്ലാം സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാം ഓക്കെയാണ്. ഓ, ഓൾ ദി ബെസ്റ്റ്. Hi guys, it's me Aishu. Welcome back to Aishu's vlog. സാധാരണ ഞാൻ റെക്കോർഡഡ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ലൈവിൽ വന്നതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോ ഈ ലൈവില് ഞാനൊരു പ്രശ്നം അവതരിപ്പിക്കാൻ പോവാ. സൊല്യൂഷൻ നിങ്ങൾ പറയണം. ആൻഡ് യു ഹാവ് ടു സജസ്റ്റ് ദ ക്ലൈമാക്സ് ടു. ഓക്കെ, ദെൻ വാച്ച്. ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു വില്ലേജിലെ ഒരു വീട്ടിലാണ്. വിവേകാനന്ദൻ എന്ന ആളുടെ വീട്ടിൽ. ഈ വിവേകാനന്ദനാണ് ഇന്നത്തെ നമ്മുടെ ലൈവിലെ താരം. വിവേകാനന്ദനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. സിത്താര വന്നേ. ഇത് സിത്താര, വിവേകാനന്ദന്റെ ഭാര്യയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി സിത്താര പറയും. നമസ്കാരം. ഞാനൊരു സാധാരണ സ്ത്രീയാ. ഇത് കണ്ടോ ചേട്ടായി? ഇത് എന്നാ സംഭവം? 7 വർഷമായി. ഒരു മോളുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. വിവേകേട്ടൻ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരാളാ. വളരെ മാന്യൻ. ഇവിടെ
ഈ നാട്ടിലുള്ളവർക്കൊക്കെ വിവേകിനെ കുറിച്ച് നല്ല അഭിപ്രായ. സച്ചേട്ടാ നല്ല സ്നേഹമുള്ള ഇത് മനുഷ്യൻ. കണ്ടോ? പക്ഷെ ഇതൊന്നുമല്ല വിവേകാനന്ദൻ. രാത്രി ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോ വിവേകേട്ടൻ മറ്റൊരാളാണ്. സിത്താര ബാക്കി പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടണം. ഞാൻ ഡയാന, വിവേകാനന്ദന്റെ പാർട്ട്ണറാണ്. കഴിഞ്ഞ 4 വർഷമായി എറണാകുളത്തെ എൻ്റെ വീട്ടിൽ വി ആർ ലിവിങ് ടുഗദർ. വിവേകാനന്ദന് വേറെ ഭാര്യയും കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസും അപ്പോഴത്തെ സാഹചര്യങ്ങളും കൊണ്ട് ഞാൻ അയാളെ വിശ്വസിച്ചൊപ്പം ജീവിച്ചു. സിത്താരയ്ക്കൊന്നും അറിയില്ലായിരുന്നു. ഇന്നലെ ഞാൻ പറയുന്നത് വരെ ആദ്യമൊക്കെ വിവേകിൻ്റെ പെരുമാറ്റം എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിരുന്നു. പിന്നെയാണ് ഇയാൾ ശരിക്കും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഭാര്യയുള്ളൊരു പുരുഷനെ ഒരു ബാധ്യം കൂടാതെ സ്നേഹിച്ചതിനെയും അയാളുടെ കൂടെ ജീവിച്ചതിനെയും ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഈ വീഡിയോയിൽ അയാളുടെ ഭാര്യയും ഞാനും ഒരുമിച്ച് വരാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം രണ്ടുപേരും ഷെയർ ചെയ്ത അവരുടെ എക്സ്പീരിയൻസസ് ആണ്. ഒരേപോലെ അനുഭവിച്ച മെന്റൽ ട്രോമ, ഫിസിക്കൽ അബ്യൂസ്. നോർമലി പരസ്പരം ഏറ്റുമുട്ടേണ്ടിയിരുന്ന 2 സ്ത്രീകൾ അവരുടെ എക്സ്പീരിയൻസസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ഒരുമിച്ച് വന്നതിന്റെ റീസൺ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതിന് കാരണക്കാരനായ നേരത്തെ ഞാൻ പറഞ്ഞ ആ ലൈവിലെ താരം നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യമേ പറയാം, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അയാളുടെ എന്ത് റിയാക്ഷനും ഞങ്ങൾ ഉത്തരവാദികളല്ല. ലുക്ക് അറ്റ് മിസ്റ്റർ വിവേകാനന്ദൻ. ഈ അവസ്ഥ ഇയാൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. Men are different types and of course women too. അതുകൊണ്ട് ഈ ലൈവ് കാണുന്നവരാരും ഇതിനെ ജനറലൈസ് ചെയ്ത് ഇയാളെ ന്യായീകരിക്കാൻ വരരുത്. ഇത്രയും നാളും സ്നേഹവും കരുതലും അഭിനയിച്ച് ഇയാൾ ഞങ്ങളെ ചീറ്റ് ചെയ്യായിരുന്നു. സെക്സ് എന്ന് പറയുന്നത് പാർട്ട്ണറിന്റെ കൺസെന്റ് ആവശ്യമില്ലാത്ത ആണിന്റെ അവകാശം എന്ന് കരുതുന്ന ഒരുത്തന്റെ ആണധികാരത്തിന്റെ ഇരകളാണ് ഞാനും സിത്താരയും. അതുകൊണ്ട് ഇങ്ങനെ ഇവർ റിയാക്ട് ചെയ്തതില് ഇവരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ പറ. ഗതികേടുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി ഇത് സഹിക്കാൻ വയ്യ. ഇയാളെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് ചെയ്തു കൂട്ടിയ ടോർച്ചറിങ്ങിന് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ മിസ്റ്റർ വിവേകാനന്ദൻ? മതിടാ, അതോ എനിക്കത് കാണാൻ വയ്യ. പോക്കരുത്തരല്ലേ കാണിക്കുന്നത്? പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് അവിടം വരെ ഒന്ന് പോയിച്ചു വരാം. ഇതൊക്കെ ഞാനുണ്ട്. എന്നോട് ആരും വരണ്ട. ഞാനില്ലാണ്ട് പപ്പൻ ചേട്ടൻ ഇങ്ങോട്ടാ. അതിന് ഞാൻ അങ്ങോട്ടല്ലടാ, വീട്ടിലോട്ടാ. അവിടെ സാവത്തി ടീച്ചറല്ലേ, അവിടെ വാലിക്കുമ്പോഴും പപ്പൻ ചേട്ടൻ കേൾക്കേണ്ടി വരും കേട്ടോ. ജോയി ഒന്നോട് വെച്ചടാ. ഒറ്റയ്ക്ക് പോണ്ട, അപ്പുറത്തൊന്ന് ബിജുവിനെ കൂടെ വിളിച്ചേച്ചു പോ. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലല്ലേ ഇടപെടണ്ടേ സാറേ? വെട്ടോടത് കണ്ടോണ്ടിരിക്കല്ലേ. പരാതി എന്തെങ്കിലും കിട്ടിയിട്ട് മതി സാറേ. ഒന്നാമതേ സ്ത്രീകളോടുള്ള ഇടപാടാ. മേഴ്സി പറഞ്ഞാ കറക്റ്റ്. എന്നാലും നല്ല ഉഷാറാണല്ലേ മേഴ്സിയെ? പെണ്ണുങ്ങളോട് കളിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ല സാറേ. അതിപ്പോ എന്തിനാ എന്നോട് പറയണ മേഴ്സിയെ? തുറന്നേ വിവേകേട്ടാ. ജോബ് പോക്കേ. ചേച്ചി എന്നതാ കാണിക്കുന്നേ? വിവേകത്തിന് കെട്ടഴിച്ചോട്ടെ. മനസ്സില്ല. എടാ സച്ചി, ചെന്ന് നോക്കിച്ച് വാടാ പറയുന്നത് കേൾക്കാൻ. ഒന്ന് ചെല്ല് സച്ചേട്ടാ. നിന്റെ ചേട്ടനില്ലേടാ? ചേട്ടൻ നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഞാൻ എന്നെ ചെയ്യാനാ? ചെല്ല് ചെല്ലേ പറഞ്ഞേ. അത് ശരിയാകത്തില്ല. ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്. എനിക്കൊന്നും
അറിയാൻ മേല കഥ കൂട്ടിയേക്കോ. പ്രശ്നമാവോ ഐഷു? എന്ത് പ്രശ്നം? നമ്മളിത് ആദ്യം പ്രതീക്ഷ. ഹലോ, ആ പരമിതിനെ. എടോ ലൈവ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. വ്യൂവേഴ്സ് 2 മില്യൺ കഴിഞ്ഞു. ഞാൻ കാണുന്നുണ്ട്. ഓ കമന്റ്സിന്റെ പെരുന്നാളാ. പക്ഷെ കൂടുതലും അയാൾക്ക് സപ്പോർട്ടാ. അത് കാര്യമൊക്കെ ഉണ്ടോ? ഞരമ്പ് രോഗികളല്ലേ കൂടുതലും. അയാൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാ കൂടുതൽ ആൾക്കാരും. നമുക്ക് നോക്കാം. അതെ, ഇയാളുടെ കെട്ടഴിക്കണമെന്ന് ഇയാൾ പറയുന്നതൊക്കെ കേൾക്കണമെന്നും പറഞ്ഞ് ഒത്തിരി ഒരു കമന്റ് ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടേ? ഇയാള് പറയട്ടല്ലേ. ഡിയർ വ്യൂവേഴ്സ്, ഞങ്ങൾ ഇയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മനുഷ്യാവകാശത്തിനോ ഒന്നും എതിരല്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞോട്ടെ, അല്ലെ? നമുക്ക് കേൾക്കാം. ഇവര് പറയാനുള്ളതൊക്കെ പറയാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെ പരാമർശിച്ച് നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത്. ജോബോ, ഇവള് ഒരു ചെറുതിയാ. ഐഷു പറഞ്ഞത് കേട്ടിട്ടല്ല, ഞങ്ങൾ അനുഭവിച്ചതാ. ഞങ്ങൾ തുറന്നു പറഞ്ഞത്. നീ എന്നെ അനുഭവിച്ചത് എന്റെ കൂടെ കൂടി എന്റെ കാശ് മുഴുവൻ അടിച്ചെടുത്തിട്ട്. ഇയാൾ ഇതും പറയും, ഇതിനപ്പുറവും പറയും. ഞാനിതൊന്നും മറുപടി പറയുന്നില്ല. നീ ഇവര് പറയണത് കേൾക്കണ്ട. മര്യാദയ്ക്ക് കെട്ടഴിച്ചോളൂ. പിന്നെ ഭാര്യ ആ പ്രിവിലേജ് കൊണ്ട് ഇനി അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇവൾക്ക് വട്ടാടാ. നീ എന്നെ ചെയ്യണം. ഓഫീസിലത്തെ പണിക്ക് നിൽക്കല്ലേ, പൊക്ക അവിടുന്ന്. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങള് പിടിച്ചെടുക്കും. ഇനി കേട്ടാലേ നമ്മുടെ മാന്യത പോവും. സിത്താരെ, മതിയാക്കാം. കുറച്ചേരായാലും മിണ്ടാതിരിക്കട്ടെ. മൈ ബോഡി മൈ പ്രൈഡ്. ഇത് ഞങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു സമരമാണ്. ഇത് ഏറ്റെടുക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ടാവും. അതുവരെ ഇയാള് ഇതുപോലെ ഇവിടെ കിടക്കും. ഇയാളുടെ മനുഷ്യാവകാശങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ടോയ്ലറ്റിൽ പോവാനും കിടന്നുറങ്ങാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ ഇയാൾക്ക് സമയം കൊടുക്കും. അതുകൊണ്ട് തൽക്കാലം ഈ ലൈവ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ വീണ്ടും ലൈവിൽ വരും. ഇതിനിടയിൽ ചില അപ്ഡേറ്റ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. നാളെ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തീരുമാനിക്കും ഇയാളെ എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ്സ് മീ ഐഷു സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. അയ്യോ തീർന്നോ? ഇത് തന്നെ സീരിയലോ എപ്പിസോഡായിട്ട് കാണിക്കാം. എന്നാലും ആ പെണ്ണുങ്ങൾ മൂന്നും എന്നെ കിടുവല്ലേ? പിന്നെ അല്ലാണ്ട്. നിനക്ക് അങ്ങനെ തോന്നിയോ? പിന്നെ വെറുതെ ഇരിക്കുക, മനുഷ്യൻ ടെൻഷനായിട്ട് വരാം. ഹലോ സാർ. എന്തോന്നോ താൻ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? തന്റെ സ്റ്റേഷൻ ലിമിറ്റിലാണല്ലോ അതൊക്കെ നടക്കുന്നത്. എന്താ സാർ? എന്താണോ താൻ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ലേ? ഓ അതോ, അത് കണ്ടോണ്ടിരിക്കുന്നു സാർ. എന്നിട്ട് ഇതെന്താ സിനിമയാണോ കണ്ടിരുന്ന് രസിക്കാൻ? എടോ അവിടെ ഒരു ക്രൈമല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ അന്വേഷിക്കണോ? ശരി സാറേ. സച്ചേട്ട എന്റെ കൂടെ വന്നേ, നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാന്ന്. കേസും കൂട്ടവും അത് പിന്നെ വലിയ പുലുവാലാകും. ചോപ്പാ സച്ചേട്ട വന്നേ, ഞാൻ സംസാരിക്കാൻ സിത്താരിച്ചോട് കേറ്. വണ്ടിയുടെ വന്നേ, അങ്ങോട്ട് ഇറങ്ങി വരാണ്ട. ഞങ്ങളെല്ലാം കൂടി വാതിലടിച്ച് പൊളിച്ചേക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, അത് ഗായത്രി സംസാരിക്കും. സിത്താരിച്ചി കഥ തുറക്ക്. ഞാനാ ഗായത്രി. എന്നെ നോക്കിയേക്ക്. അല്ല ചോപ്പ വന്നേ ഇങ്ങോട്ട്. ഞാൻ സിത്താരച്ചി ആ കീ ഇങ്ങോട്ട് എടുത്തേ. സിത്താരച്ചി കഥ തുറക്ക്, ഞങ്ങൾ അകത്തോട്ട് വരാം. ഗായത്രി പൊക്കോ, ഇതിൽ ഇടപെടണ്ട. എന്നതേ കാണിക്കുന്നേ? ക്യാമറ മാറ്റ്. ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. ചേച്ചി ആദ്യം ലൈവ് നിർത്താൻ പറഞ്ഞേ. അനിയനും ഭാര്യ. പ്ലീസ് ഗായത്രി പൊക്കേ, നിങ്ങൾ ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നമാവും. ചെല്ല്. ചേച്ചി ചേച്ചി ചെല്ല്. പ്ലീസ് ചേച്ചി. ചേച്ചി പോലീസ് എത്തി. സാരമില്ല, ടെൻഷൻ ആവണ്ട.